സുഹൃത്തുക്കളെ, റഷാദീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ട ഇന്ന് മുഹ്സിനായി നിന്ന് നമ്മുടെ പ്രധാനപ്പെട്ട എൻ്റെ കടയുടെ തുടക്കം മുതൽ എന്നോടൊപ്പം സൗഹാർദ്ദവും നമ്മുടെ ഒരു ഫാമിലി സുഹൃത്തുമായ ബഹുമാനപ്പെട്ട അനിലേട്ടനാണ്. കല്ലേലിപ്പാവ് അനിലണ്ണനാണ് നമ്മളിൽ നിന്ന് ഗിഫ്റ്റ് സ്വീകരിക്കുന്നത്. തിരുവോണമായിട്ട് പോലും അണ്ണന് പല തിരക്കുകളും ഉണ്ടായിട്ടും എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നമ്മുടെ ഷോപ്പ് സന്ദർശിച്ചു. മുഹ്സിനായി നിന്ന് ഗിഫ്റ്റ് സ്വീകരിക്കുകയാണ്. അണ്ണനും ചേച്ചിയുണ്ട്. രണ്ടുപേരുടെ ഓണത്തിന്റെ പർച്ചേസൊക്കെ കഴിഞ്ഞു. അണ്ണൻ ഇന്ന് ഡൽഹിക്ക് പോകേണ്ടതായിരുന്നല്ലേ? എന്നാണോ പോകുന്നത്? നാളെ ഡൽഹിക്ക് പോകേണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു റിവ്യൂ ഒക്കെ തന്ന് അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഷോപ്പിനെ പറ്റി? നമ്മുടെ നാടിന് പറ്റിയ ഷോപ്പാണോ? എൻ്റെ വിലയൊക്കെ മറ്റു ഷോപ്പുകളെ അപേക്ഷിച്ച് റീസണബിൾ ആണ്. ഷാദീസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ തനി ഗ്രാമീണ മേഖലയിൽ എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഷോപ്പാണ്. അതായത് നമ്മുടെ പോക്കറ്റിലെ ക്യാഷിൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്കതിനേക്കാൾ ഉയർന്ന പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തവണയിൽ അത് ഇങ്ങനെ ഒരു സ്ഥാപനം എൻ്റെ ഓർമ്മയിൽ ആദ്യമായി തുടക്കം കുറിക്കുന്നത് ഷാദീസ് തന്നെ. ഇപ്പൊ നമ്മള് 10 വർഷമായി. ഇപ്പൊ 10 വർഷം കഴിഞ്ഞു ഷോപ്പ് ഇവിടത്തോളം വന്നിട്ട്. 10 വർഷം എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഗുഡ്വില്ല് നേടുന്ന അതിന്റെ ഉദാഹരണം എങ്കിൽ മാത്രമേ നിലനിന്ന് പോകാൻ കഴിയൂ. അപ്പൊ ഈ ഒരു പ്രാവശ്യം വരുന്ന കസ്റ്റമർ വീണ്ടും വരണം എന്ന ആഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് 10 വർഷം എന്ന് പറയുന്നത് നിന്ന് തിരിയുന്നത് പോലെ നമ്മുടെ പെട്ടെന്നാണ് പോയത്. പെട്ടെന്ന് പോയതുപോലെ. മാത്രമല്ല കൊറോണ സമയത്തൊക്കെ നമ്മുടെ ഷോപ്പ് നമ്മൾ പെട്ടുപോകുമോ എന്ന് പേടിക്കാതെ പോയ സന്ദർഭത്തില് അനിലണ്ണനും നമ്മുടെ രാമേന്ദ്രണ്ണനും ഒക്കെയാണ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ജീവിക്കാൻ വേണ്ടി ഒരു വരുമാന മാർഗത്തിന് തൊഴിൽ ചെയ്യുന്നു, സ്ഥാപനം നടത്തുന്നു. അതിലുപരിയായി ഷാദീസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആ കാലഘട്ടത്തിൽ പോലും നിങ്ങൾ അന്യദുഃഖത്തിൽ കരുണയുള്ള ഒരാളെന്ന നിലയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് ഈ സ്ഥാപനത്തിൽ പ്രത്യേക പ്രതിബദ്ധതയുണ്ട്. താങ്ക്സ്. അതിനൊക്കെ നമുക്ക് സർവേശ്വരൻ കൂലി നൽകട്ടെ അല്ലേ, നമ്മുടെ ബിസിനസിനെ വർദ്ധിപ്പിക്കട്ടെ. അതെ. ഇപ്പൊ നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നമ്മുടെ ഷോപ്പ് എപ്പോഴും സന്ദർശിക്കുന്നതിൽ നമ്മൾ എങ്ങനെ നന്ദി പറഞ്ഞാൽ മതിയാവുകയില്ല, നമുക്കറിയില്ല. ഇത് കാണുന്ന എല്ലാവർക്കും അണ്ണനെ നല്ലോണം അറിയാം അല്ലേ? അണ്ണൻ ഈ നാട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അല്ലേ? നമ്മുടെ നാടിന് വളരെ പ്രിയങ്കരനും നമ്മുടെ നാടിന്റെ സാധാരണപ്പെട്ടവരുടെ ഏറ്റവും വലിയ നേതാവുമാണ്. അണ്ണന് ഞങ്ങൾ എല്ലാവിധമായ റഷാദീസിന്റെ തിരുവോണാശംസകളും അർപ്പിക്കുന്നു. താങ്ക്സ്. ചേച്ചി ഓക്കെ.